മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 27/9/1986 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 1-ാം പാദം. വൃശ്ചിക ലഗ്നം, ലഗ്നത്തിൽ ശനി, 2-0-3 കുജൻ, 4 വ്യാഴം, 5 രാഹു, 6-7 ഭാവങ്ങൾ ശൂന്യം, 8 ചന്ദ്രൻ, 9-10 ഭാവങ്ങൾ ശൂന്യം, 11 സൂര്യൻ, ബുധൻ, കേതു, ഗുളികൻ, 12 ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീജാതകമാണിത്. ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിവാഹം ഒത്തുവരുന്നില്ല എന്നതാണ് പ്രധാന നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. 3 കാരണങ്ങൾ. 1, ലഗ്നാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 12 നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു, ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയിൽ. 2, ലഗ്നത്തിൽ നിന്നുകൊണ്ട് ശനി, പ്രത്യേകിച്ചും വൃശ്ചികത്തിലെ ശനിയെ ശ്രദ്ധിക്കുക തന്നെ വേണം, അതേത് പൊസിഷനിൽ നിന്നാലും. ലഗ്നത്തിൽ നിന്നുകൊണ്ട് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി തൻ്റെ 7-ാം ദൃഷ്ടി, സ്വതസിദ്ധമായിട്ടുള്ള 7-ാം ദൃഷ്ടി ലഗ്നാൽ 7-ലേക്ക് വിവാഹസ്ഥാനത്തേക്ക് നടത്തുന്നു. ശനി 7-ലേക്ക് ദൃഷ്ടി നടത്തുന്നു. 7-ാം ഭാവാധിപൻ 12-ലാണ്, നഷ്ടസ്ഥാനത്താണ്, ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. ഇത് മൂന്നും വളരെ ഹെവി ആയിട്ടുള്ള, വളരെ കട്ടി സ്വഭാവമുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത്തരക്കാർക്ക് പൊതുവെ കണ്ടുവരിക, വിവാഹം ആലോചിച്ച് തുടങ്ങിയാൽ തന്നെ പലപ്പോഴും അത് ഒത്തുവരില്ല. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് വരാമെന്ന് പറഞ്ഞാൽ തന്നെയും ആ വഴി വരാതിരിക്കുന്ന ഒരവസ്ഥ സ്ഥിരമായി അങ്ങനെ തന്നെ ഒരു പാറ്റേൺ കണ്ടുവെന്ന് വരാം. കാരണം 7-ാം ഭാവാധിപൻ 12-ൽ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ വരുന്ന എല്ലാത്തിനെയും തന്നെ ഗുളികൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട്, പ്രത്യേകിച്ച് അത് 12-ലാവുമ്പോൾ തന്നെ വന്ന വഴിയെ പോകുക എന്ന് പറയില്ലേ, അത്തരമൊരു രീതി കണ്ടെന്ന് വരാം. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ്, മകരത്തിൽ ഉച്ചനായി നിൽക്കുന്നു, നല്ലതാണ്. പക്ഷേ അവിടേക്ക് ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരല്പം ഹാർഡായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ലൈഫിൽ ഭാഗ്യാനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടോ ഉയർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടോ ഉണ്ടാകാം. മാത്രവുമല്ല, ലഗ്നത്തിലെ ശനി എന്ന് പറയുന്ന സമയത്ത് തന്നെ പൊതുവെ ആ വ്യക്തിക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ കിട്ടുന്നത് അല്പം നല്ല രീതിയിൽ തന്നെ അലഞ്ഞും കഷ്ടപ്പെട്ടും വൈകിയുമായിരിക്കുമെന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. 3, 7, 10 ഈ 3-ലേക്കും ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു, വൃശ്ചികത്തിലെ ശനിയാണ് എന്നും പറഞ്ഞു. ഇത് രണ്ടും ഈ ഡിലേ, വൈകുക എന്ന് പറയുന്ന പ്രക്രിയയെ വളരെയധികം വൈകിപ്പിക്കുന്നതിന്, എന്നുവെച്ചാൽ കാര്യങ്ങളെ അനുകൂലമായി കിട്ടുന്നതിന് വളരെയധികം വൈകുന്ന ഒരു രീതി ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ചിങ്ങലഗ്നവും 4-ൽ ശനിയും ഒക്കെ നിൽക്കും വൃശ്ചികത്തിൽ, വളരെ മോശമാണ്. ഇത് ലഗ്നത്തിലാണ്, അതിൻ്റെ ഗുണം ചെയ്യും, പക്ഷേ അതിനല്പം കാലതാമസം ഉണ്ടാകും. നമ്മൾ ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. ഇത് കറക്റ്റ് സമയത്ത്, ഒരു കൃത്യമായിട്ടുള്ള വിവാഹ സമയത്ത് വിവാഹം കഴിഞ്ഞ് പോയിരുന്നുവെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തക്കതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ വളരെ സാധ്യത കൂടിയ ഒരു ഗ്രഹനില തന്നെയായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചില്ല. അതിനെ വൈകിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പകരം സംഭവിച്ചു. ഇനി അത് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തിയാൽ വരുന്നത് എല്ലാ രീതിയിലും ഒത്തിണങ്ങിയ ഗുണസ്വഭാവമുള്ള ഒരാൾ തന്നെ ആവാനും സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിന് ചില നിഷ്ഠകൾ, ചിട്ടകൾ ഉണ്ട്. പ്രത്യേകിച്ചും ലഗ്നത്തിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ ചേർക്കേണ്ടുന്ന ലഗ്നങ്ങളെ മാത്രമേ ചേർക്കാവൂ. ചേർക്കേണ്ടുന്ന 7-ാം ഭാവം എന്താണെന്നും 7-ാം ഭാവാധിപൻ്റെ അവസ്ഥ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടേ ചേർക്കാവൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വരുന്ന ഗ്രഹനിലകളിൽ കുജൻ്റെയും സൂര്യൻ്റെയും സാന്നിധ്യം ഏത് രീതിയിൽ നിൽക്കുന്നു എന്നതും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഗ്രഹനിലകളെ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 4-ൽ കുംഭത്തിൽ നിന്നുകൊണ്ട് വ്യാഴം തൻ്റെ 9-ാമത്തെ ദൃഷ്ടി 12-ലേക്ക് നടത്തുന്നു. 12-ൽ നിൽക്കുന്ന ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ 7-ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ശുക്രനാണ്. അതിലേക്ക് വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വരുന്നത് വളരെ നല്ലത് തന്നെയാണ്.
അതാണ് ഇവിടുത്തെ പ്രതീക്ഷയുടെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ശ്രമിച്ച് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടത്തോടുകൂടി നോക്കിയാൽ വിവാഹം നടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ഇവിടെ ആക്റ്റീവാണ്. അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. 5-ലാണ് രാഹു നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അസ്വസ്ഥതകൾ, ആഗ്രഹിച്ച രീതിയിലല്ല ജീവിതം പോകുന്നത് എന്ന് അടിക്കടിയുള്ള ചിന്ത ഒക്കെ, നിരാശ ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ ബാധിക്കാം. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ലേക്ക് ഇല്ല, എന്നാൽ 7-ാം ഭാവാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അത് വലിയൊരു സാധ്യതയെ തന്നെയാണ് കാണിക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി കഴിച്ചിട്ട് വേണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുക്രനിൽ പതിച്ചത് പോസിറ്റീവാക്കി എടുക്കാനായിട്ട്. അതും ഒരല്പം സമയമെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. ഈ ലഗ്നത്തിലേക്ക് ശനി ആർക്ക് നിന്നാൽ തന്നെ പൊതുവെ ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി 3, 7, 10, അത് ഏത് രാശിയിൽ നിൽക്കുന്നുവോ നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനി 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും. നിർഭാഗ്യവശാൽ ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി 7-ലേക്ക് ദൃഷ്ടി വന്നു എന്നത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഈ ലഗ്നത്തിലേക്ക് ഒന്നിൽ ലഗ്നാൽ 7-ൽ ശനി നിൽക്കും, അതല്ല എങ്കിൽ 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയായിരിക്കും, അതല്ലെങ്കിൽ ലഗ്നത്തിൽ നിന്നുകൊണ്ട് ശനി തൻ്റെ 7-ാമത്തെ ദൃഷ്ടി 7-ലേക്ക് നടത്തും. ഇത് 3ഉം വിവാഹം വൈകുന്നതിനോ അതല്ല എങ്കിൽ നേരത്തെ കൂട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായി കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന റീസൺ തന്നെയാണ്. ശനി ലഗ്നത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ 7-ാം ഭാവാധിപത്യമൊക്കെ വഹിച്ച് നിന്ന് കഴിഞ്ഞാൽ പാലിക്കേണ്ടുന്ന ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ നിന്നുകൊണ്ട് മാത്രമേ ഗ്രഹനിലകളെ എടുക്കാവൂ, അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടാണ്. 7-ലേക്ക് ശനി നിൽക്കുകയും 7-ൽ കുജനോ അല്ലെങ്കിൽ സൂര്യനോ ഒക്കെ നിൽക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അരമണിക്കൂറിൽ കൂടുതൽ ഒരു മുറിയിൽ സംസാരിക്കാൻ കഴിയില്ല, അടിപിടി തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ ശനിയെ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് 7-ാം ഭാവവുമായി ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉള്ള ശനിയെ വളരെയധികം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദമാണ് നക്ഷത്രം, വ്യാഴദശയിൽ ജനിച്ചു. 2000 വരെ വ്യാഴം, അതിനുശേഷം ശനി 2019 വരെ, ശേഷം ബുധൻ 2036 വരെ, ശേഷം കേതു 2043 വരെ, ശേഷം ശുക്രൻ 2063 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, കുജൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നതിൽ തന്നെ ബുധനിൽ ചന്ദ്രനാണ്. ബുധൻ 11-ൽ ലാഭസ്ഥാനത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ, എന്നാൽ ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, കേതുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയും അവിടേക്കുണ്ട്. അപ്പോൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് ബുധനിൽ ചന്ദ്രൻ. ബുധൻ ചന്ദ്രൻ അത്ര നല്ല കോമ്പിനേഷനൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ പോവേണ്ടതാണ്. മാത്രവുമല്ല ഈ വ്യക്തിക്ക് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് 11-ൽ നിൽക്കുന്നത്. നല്ല സൈൻ തന്നെയാണ്, വളരെ നല്ലതാണ്. 10-ാം ഭാവാധിപൻ കേതുവിനോടൊത്ത് ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി 10-ലേക്കുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച, പേര്, അംഗീകാരം ഇതെല്ലാം തന്നെ ഇതിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും അതിലില്ല. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. എന്നാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊരല്പം ബുദ്ധിമുട്ടുള്ള പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്നും തിരിച്ചറിയുക. കൃത്യമായിട്ട് 5-ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ നിർബന്ധമായും, പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്, നിർബന്ധമായും പരിഹാരം എടുത്ത് തന്നെ പോവുക. രാഹു ഒരല്പം കട്ടി സ്വഭാവം കൂടുതൽ പ്രകടമാക്കുന്ന, പ്രത്യേകിച്ച് മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്താണ് നിൽക്കുന്നത്. 5-ാം ഭാവാധിപൻ 4-ലും 5-ൽ രാഹുവും, നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ്. അപ്പോൾ 5-ാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കൃത്യമായ പരിഹാരങ്ങളെടുത്ത് നിർബന്ധമായും പോകേണ്ടത് തന്നെയാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.